ഹായ്, ഗുഡ് മോർണിംഗ്. രാവിലെ എണീക്കുന്ന സമയത്ത് വളരെ ഉന്മേഷത്തോടു കൂടി ഒരു ക്ഷീണമില്ലാതെ ഒരു സ്ട്രെസ്സും ഇല്ലാതെ രാവിലെ നിങ്ങൾക്ക് എണീക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിർബന്ധമായിട്ടും മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദിവസവും വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന, നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം അറിയും. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും രക്തം സ്വീകരിക്കുകയും അത് ശുദ്ധീകരിച്ച് അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുകയും ചെയ്യുന്ന ഒരു പമ്പിങ് മെക്കാനിസമാണ്, ഒരു പമ്പ് ചെയ്യുന്ന ഒരു എഞ്ചിനായിട്ടാണ് നമ്മുടെ ഹൃദയം വർക്ക് ചെയ്യുന്നത്. ഈ ഒരു എഞ്ചിൻ വർക്ക് ചെയ്യണമെങ്കിൽ അതിനാവശ്യമായ ഒരു ഫ്യൂൽ വേണം. ആ ഒരു ഫ്യൂവലാണ് യഥാർത്ഥത്തിൽ വ്യായാമം എന്നുള്ളത്. അത് എഞ്ചിൻ്റെ ഈ ഹൃദയത്തിൻ്റെ സുഖകരമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായി വ്യായാമം ചെയ്യൽ വളരെ അത്യാവശ്യമാണ്. ഈ വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹൃദയത്തിൻ്റെ പേശികളുടെ ബലം കൂടാനും അതുപോലെ തന്നെ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിനുമൊക്കെ ഇത് വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ ഇതുമൂലം നമുക്കൊരു പരിധിവരെ തടഞ്ഞു നിർത്താൻ സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ഷീണം വരുന്ന സമയത്ത്, നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ക്ഷീണം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു കോഫി കൊടുക്കാൻ, ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടി ഒരു കോഫി കുടിക്കാറുണ്ട്. ആ ഒരു കോഫി കുടിക്കുന്നതിന് പകരം നിങ്ങൾ എന്തെങ്കിലും ക്ഷീണം വരുന്ന സമയത്ത്, ഒരു കുറവ് വരുന്ന സമയത്ത് നിങ്ങളൊരു 5 മിനിറ്റ് എന്തെങ്കിലും രീതിയിലുള്ള ചെറിയൊരു വ്യായാമമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രെച്ച് എക്സസൈസോ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാവും. നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാ ഭാഗത്തേക്കും, ഓരോ സെല്ലിലേക്കും, ഓരോ കോശങ്ങളിലേക്കും രക്തം കൂടുതലായിട്ട് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ മറ്റൊരു ഗുണം എന്നുള്ളത്, നമ്മുടെ ശരീരം എനർജറ്റിക് ആയിട്ട് അതുപോലെ തന്നെ ക്ഷീണമില്ലാതെ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നമുക്ക് വ്യായാമം ചെയ്യുന്നതിലൂടെ ഉണ്ടാകുമെന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും പല സമയത്തും അനുഭവപ്പെട്ടിട്ടുണ്ടാകും, ഒരു കാരണമൊന്നുമില്ലാതെ അകാരണമായിക്കൊണ്ട് എന്തെങ്കിലും രീതിയിലെ ക്ഷീണം അനുഭവപ്പെടുക. വെറുതെ പ്രത്യേകിച്ചൊന്നും ജോലിയൊന്നും ചെയ്യാതെ തന്നെ ക്ഷീണം അനുഭവപ്പെടുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഒരു വ്യായാമക്കുറവ് തന്നെയാണ്. വ്യായാമം ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലേക്കും ഓക്സിജൻ ശരിയായ രീതിയിൽ എത്തുന്നു, വേണ്ട പോഷകങ്ങൾ ശരിയായ രീതിയിൽ എത്തുന്നു, നമ്മുടെ മെറ്റബോളിസം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. നമ്മൾ എത്രത്തോളം സഡൻഡറി ആയിട്ട് വ്യായാമം ഇല്ലാതെ ശരീരം അളകാതെ നിൽക്കുന്നു, അത്രത്തോളം നമ്മുടെ മെറ്റബോളിസം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എത്രത്തോളം വ്യായാമം ചെയ്യുന്നു, എത്രത്തോളം ശരീരം അനക്കുന്നു, അതിനനുസരിച്ച് നമ്മുടെ മെറ്റബോളിസവും അധികമാവും. അപ്പോൾ ശരിയായ രീതിയിൽ മെറ്റബോളിസം നല്ല രീതിയിൽ നടക്കുന്നത് കാരണം നമുക്ക് നല്ല ഉന്മേഷവും അത് ക്ഷീണമില്ലായ്മയും അതുപോലെ തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ, സ്ട്രെസ് ഇല്ലാത്തൊരവസ്ഥയൊക്കെ നമുക്കുണ്ടാവാനുള്ള സാധ്യത ഈ ഇതിലൂടെ നമുക്ക് കിട്ടുമെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മസിൽസ്, നമ്മുടെ ബോൺസിനൊക്കെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ഈ ഒരു വ്യായാമം സഹായിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് അസുഖങ്ങൾ നമ്മുടെ ദിവസവും വ്യായാമം ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് അസുഖങ്ങളെ തടഞ്ഞു നിർത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഉപയോഗം. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഡിസീസ് പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഉയർന്ന രക്തസമ്മർദ്ദം, ഉയർന്ന കൊളസ്ട്രോള്, സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് പോലുള്ള ബുദ്ധിമുട്ടുകൾ, ഇത്തരം പ്രത്യേകിച്ച് ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ, ഇത്തരം രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ ഈ ഒരു ഒറ്റ ശീലം കൊണ്ട് നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അടുത്തതായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്, നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിൽസിനും ബോണിനും മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഇത് കിട്ടുന്നത് എന്നുള്ളത്. അത്തരം ആവശ്യക്കാർ മാത്രം വ്യായാമം ചെയ്താൽ മതി എന്നുള്ള തെറ്റിദ്ധാരണ നമുക്കിടയിലുണ്ട്. യഥാർത്ഥത്തിൽ വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ മസിൽസിന് മാത്രമല്ല, നമ്മുടെ പേശികൾക്കും ബോണിനും മാത്രമല്ല ബലം കിട്ടുന്നത്, നമ്മുടെ ബ്രെയിനിനും നല്ല രീതിയിൽ ഇത് ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ചിന്താശേഷി, നമ്മുടെ കോൺസെൻട്രേഷൻ പവർ, നമ്മുടെ മെമ്മറി കപ്പാസിറ്റി, നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾ എല്ലാത്തിനെയും വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ, വളരെ നല്ലൊരു എഫക്റ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് നമ്മുടെ ബ്രെയിനിനെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ദിവസവും വ്യായാമം ചെയ്യേണ്ടതുണ്ട്. കാരണം വ്യായാമം ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ ബ്രെയിനിൻ്റെ ഓരോ കോശങ്ങളിലേക്കും ഈ നമ്മുടെ ഓക്സിജനും മറ്റും എത്തുന്നുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ദിവസവും വ്യായാമം ചെയ്യുന്ന ആളുകൾക്ക് ബ്രെയിൻ ലെവലിൽ നോക്കുമ്പോൾ ഒരുപാട് ഇത്തരം ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഇത് നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടുന്നുണ്ടുള്ളത് ഇതിൻ്റെ ഒരു വളരെ പ്രത്യേകതയാണ്. നമ്മുടെ ശരീരം രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വേണ്ടി, അതുമൂലം ഒരുപാട് അസുഖങ്ങളെ തടഞ്ഞു നിർത്താൻ വേണ്ടി ഈ ഒരു ശീലം നമ്മെ സഹായിക്കുമെന്നുള്ളതാണ്.
അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു ബെനിഫിറ്റാണ് നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങൾ കുറക്കാനും നമ്മുടെ സ്ട്രെസ്സ്, ആങ്സൈറ്റി പോലുള്ള ഇത്തരം ബുദ്ധിമുട്ടുകൾ, ഇത്തരം പ്രശ്നങ്ങൾ കുറക്കാനും വേണ്ടിയിട്ടും നമ്മുടെ ഹാപ്പി ഹോർമോൺ കൂട്ടാനും വേണ്ടിയിട്ടും നമ്മുടെ സ്ട്രെസ് ഹോർമോൺ കുറക്കാനും വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് നല്ലൊരു പീസ്ഫുൾ മൈൻഡ് കിട്ടാനും വേണ്ടിയിട്ടൊക്കെ ദിവസവും വ്യായാമം ചെയ്യുക എന്നുള്ള ആ ഒരൊറ്റ ശീലം കൊണ്ട് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് മുതൽ തന്നെ ഈ ഒരു ശീലം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഇത്രയും ഗുണങ്ങൾ സ്ഥിരമായി വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കിത് ചെയ്തുകൂടാ? നമ്മളിൽ പല ആളുകൾക്കും ഇത് ചെയ്യാൻ മടിയാണ്, അല്ലെങ്കിൽ ചെയ്യുന്ന ആളുകൾ തന്നെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരു തെറ്റിദ്ധാരണ കൂടി നമുക്കിടയിലുണ്ട്. വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത് ജിമ്മിൽ പോയി മെമ്പർഷിപ്പ് എടുത്ത് ജിമ്മിലൊക്കെ പോയി പല ഇൻസ്ട്രുമെൻസും അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നതാണ് എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ്. നമുക്ക് വ്യായാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമുക്ക് മനസ്സിൽ ഹാപ്പിനെസ് കിട്ടുന്ന എന്തെങ്കിലും, ചില ആളുകൾക്ക് ഡാൻസ് കളിക്കുന്നതാവാം, യോഗയാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആകാം, കളിയിൽ ഏർപ്പെടുന്നതാവാം. ഇത്തരം രീതിയിൽ എന്തെങ്കിലും രീതിയിലുള്ള നടക്കലാവാം, മോഡലാവാം, എന്തെങ്കിലും രീതിയിലുള്ള നമ്മുടെ ശരീരം ഇളകുന്ന രീതിയിലുള്ള ആക്ടിവിറ്റിയിൽ നമ്മൾ ഏർപ്പെടുക എന്നുള്ളതാണ്. ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ ദിവസവും, എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള വ്യായാമം നമ്മൾ ശീലമാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് വളർച്ചയും ഒരുപാട് ഹൈ പ്രൊഡക്ടിവിറ്റിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും സാധിക്കുമെന്നുള്ളതാണ്. ഒരുപാട് ലൈഫിൽ സക്സസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുടെ ലൈഫ് സ്റ്റൈൽ എടുത്തു നോക്കുമ്പോൾ വ്യായാമം ചെയ്യുക എന്നുള്ളത്, എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ബിസി ഷെഡ്യൂൾ ആണെങ്കിലും അവർ ദിവസവും കുറച്ച് സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളത് നമുക്ക് അവരുടെ ലൈഫ് ഹിസ്റ്ററി പരിശോധിച്ചാൽ, അവരുടെ ലൈഫ് സ്റ്റൈൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുമെന്നുള്ളതാണ്.